എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. കുറെ നാളായി ഞാൻ എൻ്റെ മനസ്സിൽ അടക്കിക്കൊണ്ട് നടക്കുക ഈ കാര്യം. എന്താ പറയേ? എടി ഫ്രണ്ട് ആയിട്ടുള്ള ഇഷ്ടമല്ല ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്ത് പ്രശ്നം? നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഗായ്സ്, ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട്. ഇന്നത്തെ വീഡിയോ ഒരു പ്രൊപ്പോസൽ പ്രാങ്ക് ആണ്. പ്രൊപ്പോസൽ പ്രാങ്ക് വിത്ത് എ ട്വിസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു ബോയ് അല്ല, ഒരു ഗേൾ ആണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. അപ്പം ഞാൻ അവളെ പ്രൊപ്പോസ് ചെയ്യാനായിട്ട് പോവാണ്. വിളിച്ചിട്ടാണ് ഞാൻ പ്രൊപ്പോസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താവും അവളുടെ റിയാക്ഷൻ, എന്തൊക്കെ തെറി കേൾക്കേണ്ടി വരും എനിക്കറിയില്ല. നമുക്ക് അവളെ വിളിച്ച് നോക്കാം. ഓക്കെ. ഹലോ എടി, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എന്താ പ്രശ്നം? എനിക്ക് എന്നോട് കുറെ നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു, പറയാൻ പറ്റിയിട്ടില്ല. എന്ത് കുട്ടിയെ? കുറെ നാളായി ഞാൻ എൻ്റെ മനസ്സിൽ അടക്കിക്കൊണ്ട് നടക്കുക ഈ കാര്യം. എന്താ പറയേ? ഇനി ഇന്ന് വൈകിക്കാൻ പറ്റില്ല, ഞാൻ എന്നോട് പറയാൻ പോവാ. പറയട്ടെ? ഈ ടെൻഷൻ ആവരുത്. ഐ ലവ് യു. എനിക്ക് എന്നെ ഇഷ്ടാടി. ഐ ലവ് യു ഡി. എനിക്ക് എന്നെ ഇഷ്ടാ. എടി ആ ഇഷ്ടല്ലടി, എനിക്ക് എന്നെ ശരിക്കും ഇഷ്ടാ. എടി ആ ഇഷ്ടല്ലടി, എന്റെ ജീവിതകാലം മുഴുവൻ ഇതിന്റെ ഒപ്പം വേണടി. ആ ഇഷ്ടം എനിക്ക്. എടി ഫ്രണ്ട് ആയിട്ടുള്ള ഇഷ്ടമല്ല ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെ എനിക്ക് എന്നെ അങ്ങനെ ഇഷ്ടാടി. എടി ഞാൻ സീരിയസ് ആയിട്ടാ പറയണേ. കുറെ നാളായി ഞാൻ പറയണം വിചാരിക്കുന്നു, പക്ഷെ എനിക്ക് പറ്റണില്ല. ഞാനോട് പറഞ്ഞ ടെൻഷൻ ആവരുത്, കൂളായിട്ട് എടുക്കണം. എനിക്ക് എന്നെ ഇഷ്ടമാണ്, അതാ ഞാൻ പറഞ്ഞേ. എടി ഞാൻ പൊട്ടത്തിയാക്കാൻ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തമാശ പറയൂ. ഈ എന്തൊക്കെ ചോദിക്കണ, എനക്ക് എന്നെ വിശ്വാസല്ലേ? വിശ്വാസമില്ലാത്തോണ്ടല്ല, പക്ഷെ ഇതൊക്കെ നമ്മളെ ലൈഫിൽ വരുന്ന കാര്യമായോണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അമ്മ സത്യമായിട്ടാണോ അത് വെറുതെ എന്നെ പറ്റിക്കാനാണോ? എനിക്കിപ്പോ റിപ്ലൈ കിട്ടണം, യെസ് ഓർ നോ. ഞാനിവിടെ പറഞ്ഞില്ല എസ് എന്ന്. പിന്നെന്താ? എടി ആ ഇഷ്ടല്ല, എനക്ക് ഇന്നെ ഇഷ്ടാണോ? പിന്നെ എനിക്കത് ഒരുപാട് ഇഷ്ടം. എടി ഫ്രണ്ട് ആയിട്ടല്ല, ഞാൻ ചോദിച്ച രീതിയിൽ എനക്ക് ഇന്നെ ഇഷ്ടാണോ? യെസ് ഓർ നോ. ഉദ്ദേശിച്ച ഇതാണോ? ആ രീതിയിൽ എനക്ക് ഇന്നെ ഇഷ്ടാണോ അല്ലേ? യെസ് ഓർ നോ. അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ? ഞാൻ കേരളല്ലേ. ഇനി നിനക്ക് ഇന്നെ ഇഷ്ടാണോ അല്ലേ? അത് പറ. എന്നെ ഇഷ്ടാണ്, പക്ഷെ ഇങ്ങനത്തെ രീതിയില് അങ്ങനെയല്ല. അങ്ങനെല്ലാന്നോ? അപ്പൊ എന്റെ ഫീലിങ്സ് ഒക്കെ വെറുതെ ആയിരുന്നുല്ലേ? എനക്ക് എന്ത് ഫീലിംഗ് തോന്നിയേ? ഞാൻ എന്താ ചെയ്യണ്ടേ? എന്ത് പ്രശ്നം? നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താണ്? എനിക്ക് നിന്നെ ഇഷ്ടായിരുന്നു, പക്ഷെ നിനക്ക് എന്നെ ഇഷ്ടല്ലേ? അതിനെ നാടകം ഇറക്കാൻ നോക്കരുത് കേട്ടോ. എടി ഭ്രാന്തി, വിശ്വസിച്ചില്ലടി ദുഷ്ടേ. പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ? ഈ സത്യം പറ, വിശ്വസിച്ചില്ലേ? അമ്മേനെ സത്യം വെക്കാന്നപ്പോഴേ തോന്നി. എടി മാണിങ്ങത്തെ ഈ വിശ്വസിച്ചുണ്ട്, ഈ ആദ്യം വിശ്വസിച്ചുണ്ട്, ശരിക്കും വിശ്വസിച്ചു. എടി ദുഷ്ടേ, എന്നാലും വിശ്വസിച്ചല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ? പിന്നെ ഇങ്ങനെ അറിയല്ലേ, ഈ വിശ്വസിക്കാൻ പറ്റുന്ന പിന്നെ ഞാൻ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഉണ്ട്. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ആക്ടിങ്? ആദ്യം എനക്ക് എന്താ തോന്നിയാ പറ. ആദ്യം എനിക്ക് ഈ അപ്പാന്നല്ലേ പറഞ്ഞേ, കൊറേ കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞേ. എനക്ക് എന്താ ഫസ്റ്റ് എനക്ക് എന്താ തോന്നി? ഈ ആദ്യം ഞാൻ അങ്ങനെ പ്രകടിപ്പിച്ചപ്പോ എനക്ക് എന്താ തോന്നി? ഈ പൊട്ടത്തിയാണ്. എടി എന്താ സീരിയസ് ആയിട്ട് പറ. സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ. പൊട്ടത്തിയാണെന്നോ? കാരണം അനക്ക് എന്താ പറയാ, ഒരിക്കലും ഒരു ഗേളിനോട് ഫീലിങ്സ് തോന്നില്ല. എനിക്കറിയില്ലേ. ഇത് കാക്കാതിക്കണ്ട. എടി എന്നാലും ഞാൻ അങ്ങനെ കരയണ മാതിരിയൊക്കെ കാട്ടിപ്പോ എനക്ക് വിശ്വാസം തോന്നിയില്ലേ? ഇല്ല. കണ്ടല്ലോ നമ്മളുടെ പ്രാങ്ക്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാങ്ക് എന്ന് നിങ്ങൾ പറയൂ. എന്നിട്ട്
അടുത്ത എന്ത് പ്രാങ്ക് ചെയ്യണമെന്ന് നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ അടുത്ത എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.